രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും അധിക എക്സൈസ് തീരുവ വെട്ടിക്കുറച്ചുവെങ്കിലും ചില്ലറ വിൽപ്പന വിലയിൽ കുറവുണ്ടാകില്ല. ഇപ്പോൾ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ഓയിൽ കമ്പനികളുടെ കനത്ത നഷ്ടം അത് നികത്താൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ വന്നിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുകയാണ് എങ്കിൽ ഈ നഷ്ടം സഹിച്ച് എത്ര കാലം ഇന്ധന വില പിടിച്ചു നിർത്താനാകും എന്നുള്ള കാര്യത്തിലും ആർക്കും ഒരു ഗ്യാരണ്ടിയുമില്ല. 1 ലിറ്റർ പെട്രോളും ഡീസലും വിൽക്കുമ്പോൾ 22 രൂപ മുതൽ 45 രൂപ വരെ നഷ്ടമുണ്ടാകുന്നു എന്നാണ് ഇന്ധന കമ്പനികൾ പറയുന്നത്. ഈ നഷ്ടം ജനങ്ങളിൽ നിന്ന് ഈടാക്കാൻ തീരുമാനിച്ചാൽ ആഘാതം വലുതായിരിക്കും എന്നതിനാൽ കേന്ദ്ര സർക്കാർ എക്സൈസ് തീരുവ കുറച്ചു. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 10 രൂപ വീതമാണ് തീരുവ കുറച്ചത്. പെട്രോളിന് 3 രൂപയാണ് ഇപ്പോഴത്തെ തീരുവ, ഡീസലിന് തീരുവയില്ല. പഴയ ക്രൂഡ് ഓയിൽ ഉപയോഗിക്കുമ്പോൾ നഷ്ടമുണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പോൾ പൊടുന്നനെ വലിയ തുക നഷ്ടക്കണക്കിൽ വരുന്നു. ഇതോടെയാണ് കേന്ദ്ര ഇടപെടൽ. ക്രൂഡിൻ്റെ വില കുറഞ്ഞു നിന്നപ്പോൾ കേന്ദ്രം എക്സൈസ് തീരുവ കൂട്ടി. ക്രൂഡ് വില കൂട്ടിയപ്പോൾ എക്സൈസ് തീരുവ കുറച്ചിരിക്കുന്നു. സ്വകാര്യ കമ്പനികൾ പറയുന്നത് എന്താണ്? അവരുടെ സാങ്കല്പിക ലാഭം കുറയുന്നു എന്നുള്ളതാണ്. ഇതിനെ സാങ്കേതികമായിട്ട് അണ്ടർ റിക്കവറീസ് എന്നാണ് പറയുന്നത്. അതായത് ഒരു അന്താരാഷ്ട്ര കമ്പോളത്തിൽ ക്രൂഡ് ഓയിൽ വാങ്ങിച്ചാൽ നമുക്ക് വരുന്ന ചെലവ് അതിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കിക്കൊണ്ട് കിട്ടേണ്ട വിലയാണ് ഇവർ കണക്കിലെടുക്കുന്നത്. ആ വിലയ്ക്ക് അനുപാതികമായിട്ടുള്ള ഇന്ത്യൻ വില കിട്ടിയാലേ നമുക്ക് ലാഭമുണ്ടാവുകയുള്ളൂ. നയാര എനർജി പെട്രോൾ ലിറ്ററിന് 5 രൂപയും ഡീസലിന് 3 രൂപയുമാണ് കൂട്ടിയത്. 160-ലധികം പമ്പുകളുള്ള റിലയൻസിൻ്റെ തീരുമാനം എന്താകുമെന്നറിയില്ല. ഇന്ത്യൻ ഓയിലിനും BPCLനും ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിനും കൂടി ഏതാണ്ട് 2000-ഓളം പമ്പുകളാണ് കേരളത്തിലുള്ളത്. നിലവിൽ സംസ്ഥാനത്ത് ഇന്ധന ദൗർലഭ്യം ഇല്ല. പക്ഷേ മുൻകരുതൽ എന്ന നിലയിൽ എണ്ണ കമ്പനികൾ ചില സ്വയം നിയന്ത്രണങ്ങൾ എടുക്കുന്നുണ്ട്. ഇനി സംസ്ഥാനത്ത് അവിടെവിടെയായി ചില പെട്രോൾ പമ്പുകളെങ്കിലും അടഞ്ഞുകിടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. സാധാരണഗതിയിൽ പമ്പുകൾക്ക് ഇന്ധന കമ്പനികൾ ഹ്രസ്വകാലത്തേക്ക് ഇന്ധനം കടമായി നൽകാറുണ്ട്. ഈ കടം തിരിച്ചടയ്ക്കാത്തതിനാൽ ചില പമ്പുകൾക്കെങ്കിലും ഇന്ധനം നൽകുന്നത് എണ്ണ കമ്പനികൾ ഇപ്പോൾ നിർത്തിയിട്ടുണ്ട്. നഷ്ടക്കണക്കിൽ എണ്ണ കമ്പനികളുടെ സമ്മർദ്ദമേറിയാൽ ആ സമ്മർദ്ദത്തിൻ്റെ ഭാരം നമ്മുടെ തോളിലേക്കാകുമോ എന്ന് കാത്തിരുന്ന് കാണാം. നയാര ഇന്ധനവില കൂട്ടിയപ്പോൾ എതിർക്കാതിരുന്ന കേന്ദ്ര സർക്കാർ നിലപാട് പൊതുമേഖലാ എണ്ണ കമ്പനികളും ഇതേ വഴിയെ നീങ്ങേണ്ടി വരുമെന്നതിൻ്റെ സൂചനയായി വ്യാഖ്യാനിക്കപ്പെടുന്നുമുണ്ട്.